ഗൈസ്, ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളിൽ നിന്നും ഉറപ്പായ ഒരു ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞുതരാണ് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യൻസിനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് കാണും. സോ ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങൾ, ഇതിൽ എന്തായാലും 100% ഷുവർ ആയിട്ടും നിങ്ങൾ കാണാൻ പോകുന്ന ഒരാളാണ് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഈ ഫിഗർ എന്നിട്ട് നിങ്ങൾക്ക് പല ചോദ്യങ്ങളും മക്കളെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്. നോക്ക്, ചിത്രത്തിൽ ഒരു ചതുർഭുജത്തിന്റെ വികരണം അതിനെ 2 ത്രികോണങ്ങളായിട്ട് ഭാഗിക്കുന്നു. നോക്ക്, ഇതിനെ 2 ത്രികോണങ്ങളായിട്ട് ഭാഗിക്കുന്നു. 2 ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണോ? എന്തുകൊണ്ട്? ഈ 2 ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഒരേ കോണുകളാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. ഈ 2 ത്രികോണങ്ങളിലെ 1, 2 ഈ 2 ത്രികോണങ്ങളും ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവന്മാർക്ക് തുല്യ കോണുകളാണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, തുല്യ കോണുകളാണ് എന്ന് പറയാൻ പറ്റും. ഇനി എന്റെ മക്കൾ നോക്കിയടാ, ഇവിടെ ഞാൻ ഓരോ എ ബി സി ഡി എന്ന് പേര് കൊടുത്തു ഈ ചതുർഭുജത്തിന്. ഇത് നോക്ക്, 1, 2 ട്രയാങ്കിൾ ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ഒന്നാമത്തേൽ നോക്ക്, 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്ക്, ഒന്നാമത്തെ ട്രയാങ്കിളിലെ ട്രയാങ്കിൾ ഇതിന്റെ 4 ആണ്, ഇത് 3 ആണ്, ഇവിടെ 4 ആണ്, ഇത് 3 ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയ എ ബി എന്ന് പറയുന്ന ഈ വശം എന്തിന് ഈക്വൽ ആടാ? എ ബി എന്ന വശം എന്തിന് ഈക്വൽ ആണ്? നമ്മളുടെ ബി സി എന്ന് പറയുന്ന വശത്തിന് ഈക്വൽ ആണ് അല്ലെ. ഇനി അടുത്തത് ഇതാ നോക്ക്, എ ഡി എന്ന് പറഞ്ഞ വശം എന്തിന് ഈക്വൽ ആണ്? നമ്മളുടെ ഈ വശത്തിന്, സി ഡി എന്ന് പറയുന്ന ഈ വശത്തിന് ഈക്വൽ ആണ്. അടുത്തത് എന്താടാ? ബി ഡി എന്ന് പറയുന്ന വശം എന്താടാ? ബി ഡി എന്ന് പറയുന്ന വശം ഒരു പൊതുവശമാണ്, കോമൺ സൈഡ് അല്ലെങ്കിൽ പൊതുവശം എന്ന് പറയും. അതായത് ഈ ട്രയാങ്കിളിന്റെ വശങ്ങൾ ഈ ട്രയാങ്കിളിന്റെ വശങ്ങൾക്ക് തുല്യമാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഇവന്മാർ ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ട്രയാങ്കിൾസ് 1 and 2 ആർ ഈക്വൽ ട്രയാങ്കിൾസ്. എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ്. സോ ദ ആംഗിൾസ് ആർ ഈക്വൽ. എന്തായിരിക്കും? സോ എന്തായിരിക്കും? നമ്മളുടെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. എന്തായിരിക്കും? ദ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. നോക്ക്, 3-നെതിരെയുള്ള ഈ ആംഗിളും ഈ 3-നെതിരെയുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ നോക്ക്, 4-നെതിരെയുള്ള ഈ ആംഗിളും 4-നെതിരെയുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ 2 ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഇവന്റെതിരെയുള്ള ഇവനും ഈക്വൽ ആയിരിക്കും. അതായത് ഇവന് ഈക്വൽ ആംഗിൾസ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ എത്ര മാത്രമാണ്? ഇതിന്റെ 3 സൈഡ്സ് ഇതിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണ്. അപ്പൊ എന്തായിരിക്കും? ഇവന്മാർ രണ്ടാളും ഈക്വൽ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഇതിന് ഈക്വൽ ആംഗിൾസും ആയിരിക്കും. ഈക്വൽ ട്രയാങ്കിളിന് എപ്പോഴും 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ട കാര്യം എന്താ അറിയോ? എപ്പോഴൊക്കെയാണ് ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾ ആവുന്നതെന്ന് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഞാനൊരു വീഡിയോ ചെയ്യാം, അത് കാണാൻ മറക്കണ്ട കേട്ടോ. സോ ആ ഒരു ഈക്വൽ ട്രയാങ്കിൾ എപ്പോഴാണ് ആവുക എന്നുള്ള ആ ഒരു ചെറിയ കോൺസെപ്റ്റ് മക്കൾക്ക് അറിയാമെങ്കിൽ ഇങ്ങനെ വരുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും കേട്ടോ. സോ മിസ് മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.